കോഴിക്കോട് താമരശ്ശേരിയിൽ വീണ്ടും ലഹരി സംഘത്തിന്റെ ആക്രമണം. ടൂറിസ്റ്റ് ഹോം ജീവനക്കാരനായ അൻസാറിന് നേരെ ലഹരി സംഘം വാൾ വീശി. അതിക്രമം തടയാൻ ശ്രമിച്ച സുഹൃത്തിന്റെ കൈ തല്ലിയൊടിച്ചു. ടൂറിസ്റ്റ് ഹോമിന്റെ മുറ്റത്ത് മദ്യപിക്കരുതെന്ന് പറഞ്ഞതിനായിരുന്നു അതിക്രമം. മിഥില ബാലനുണ്ട് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി. മിഥില, ഇവരെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുന്നത്? കീർത്തന, ഇന്നലെ രാത്രി 11 മണിക്കാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഈ 5 അംഗ സംഘം ഈ ടൂറിസ്റ്റ് ഹോമിൻ്റെ മുറ്റത്തിരുന്ന് അല്ലെങ്കിൽ മുൻവശത്തിരുന്ന് മദ്യപിക്കുകയായിരുന്നു. എന്നാൽ ഇവിടെ ഇരുന്ന് മദ്യപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിനാണ് അൻസാറിനു നേരെ സീറ്റിനടിയിൽ സൂക്ഷിച്ച വാൾ ഉപയോഗിച്ച് അൻസാറിന് നേരെ വീശിയത്. അൻസാറിന് നേരെ വാൾ വീശുന്നത് കണ്ട് അത് തടയാൻ ശ്രമിച്ചതായിരുന്നു തച്ചമ്പൊയിൽ സ്വദേശിയ ലബീബ്. ഈ ലബീബിനെ സ്റ്റീൽ പൈപ്പ് കൊണ്ട് കൈക്ക് മർദ്ദിക്കുകയായിരുന്നു. ഇങ്ങനെയാണ് ലബീബിന് പരിക്ക് പറ്റിയിട്ടുള്ളത്. ഈ അക്രമി സംഘം എത്തിയത് ഒരു വാനിലും ഒപ്പം തന്നെ ഇരുചക്ര വാഹനങ്ങളിലുമാണ്. അതെല്ലാം പോലീസിന് മനസ്സിലായിട്ടുണ്ട്. ഈ പ്രതികൾ 3 പേർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്, പ്രതിപ്പട്ടികയിലുള്ളത്. ഈ 3 പേർ എന്നത് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുന്ന ആളുകൾ തന്നെയാണ്. 5 പേരുണ്ട്, പക്ഷേ നിലവിൽ 3 പേർ ആണ് ഈ ഒരു പ്രതിപ്പട്ടികയിലുള്ളത്. സിദ്ദിഖ്, ജുനൈദ്, ആഷിഖ്, ഈ 3 പേർ ആക്രമണ സംഘത്തിലെ പ്രധാനികളാണ്. ഇവർ മാത്രമല്ല, ഇനി 2 പേരുടെ വിവരം കൂടി പോലീസിന് ലഭ്യമാകാനുണ്ട്. ഇവർക്കായുള്ള ഒരു അന്വേഷണത്തിലാണ് പോലീസുള്ളത്. എന്തുതന്നെയായാലും താമരശ്ശേരി ഈ മേഖലകളിൽ ഇത്തരത്തിലുള്ള ലഹരി സംഘത്തിൻ്റെ ആക്രമണം തുടരുന്നു എന്നത് തന്നെയാണ് ഈ ഒരു സംഭവത്തിലൂടെ വ്യക്തമാകുന്നത്. കീർത്തന. ശരി, മിഥില ബാലനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.